ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ ഫലങ്ങളിലേക്ക് വീണ്ടും വിവിധ മതക്കാർ വിവിധ നേതാക്കളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചതിൻ്റെ ശതമാനക്കണക്ക് നമുക്ക് പരിശോധിക്കാം. ഓരോ വിഭാഗക്കാരും എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിരിക്കുന്നത് എന്നത്. മുസ്ലിങ്ങളിൽ 29% പേർ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു. 39% പേർ വി ഡി സതീശനെ, 10.4% പേർ കെ ശൈലജയെ, 13.9% പേർ രമേശ് ചെന്നിത്തലയെ, 1.6% പേർ രാജീവ് ചന്ദ്രശേഖരനെ, 4.5% പേർ ശശി തരൂരിനെ, 0.8% പേർ കെ എൻ ബാലഗോപാലിനെ, 0.8% പേർ പി രാജീവിനെ. സനീഷ, ക്രിസ്ത്യാനികളിൽ ഒന്ന് വായിച്ച് സഹായിക്കുക. അതെ, അതായത് ഇങ്ങനെയാണ്. പിണറായി വിജയൻ 23.5%, സതീശൻ 34.2%, ശൈലജ 15%, ചെന്നിത്തല 14.4%, RC എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ 4%, തരൂർ 6.8%, കെ എൻ ബാലഗോപാൽ 0.8%, പി രാജീവ് 1.3%. അല്ലേ? ഹിന്ദുക്കളിൽ 42% പേർ പിണറായി വിജയനെ, 12.9% പേർ വി ഡി സതീശനെ, 17.2% പേർ കെ ശൈലജയെ, 6.3% പേർ രമേശ് ചെന്നിത്തലയെ, 14.1% പേർ രാജീവ് ചന്ദ്രശേഖരനെ, 4.9% പേർ ശശി തരൂരിനെ, 1.6% പേർ കെ എൻ ബാലഗോപാലിനെ, 1.1% പി രാജീവിനെ. എല്ലാം വായിക്കാൻ നിൽക്കണ്ടെന്ന് എനിക്ക് കാര്യം. നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടെ പരിശോധിക്കാം. ഹിന്ദു ജനവിഭാഗം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയൊക്കെ പിന്തുണക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഇതൊക്കെ നാളെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കിയേക്കാം. ഹിന്ദു വിഭാഗം പിണറായി വിജയനൊപ്പം തന്നെയാണ്. അതായത് ഇങ്ങനെയാണ് കാണുന്നത്. ഡാറ്റ വരട്ടെ. ഇതിങ്ങനെയാണ്. അതായത് പിണറായി വിജയൻ ഹിന്ദു മതവിഭാഗത്തിൽപ്പെടുന്ന അവരിൽ 42% പേരും പിണറായി വിജയനാണ് പിന്തുണക്കുന്നത്. 12.90% പേര് വി ഡി സതീശനൊപ്പമാണ്, 17.20% പേര് കെ ശൈലജയ്ക്കൊപ്പമാണ്, 6.30% പേര് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ്, 14.10% പേര് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുന്നു, 4.9% പേര് ശശി തരൂർ മുഖ്യമന്ത്രിയാണെന്ന് കരുതുന്നു, 1.60% പേർക്ക് കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായമുണ്ട്, 1.10% പേർക്ക് പി രാജീവ് മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായമുണ്ട് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്. അടുത്ത മുസ്ലിം ജനവിഭാഗം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയൊക്കെ പിന്തുണക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് നോക്കാം. മുസ്ലിം വിഭാഗത്തിലും വി ഡി സതീശനൊപ്പമാണ് നമ്മൾ കാണുന്നത്. വി ഡി സതീശനൊപ്പം, അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന 29% പേര് പ്രതീക്ഷിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആ മതവിഭാഗത്തിൽപ്പെട്ട 39% പേര് വിചാരിക്കുന്നു. കെ ശൈലജയ്ക്കൊപ്പം 10.40% പേര്, രമേശ് ചെന്നിത്തല 13.90% പേര്, രാജീവ് ചന്ദ്രശേഖർ 1.60% പേര്, ശശി തരൂർ 4.50% പേര്, കെ എൻ ബാലഗോപാൽ 0.80% പേര്, പി രാജീവ് 0.80% പേര്. ഹർഷ, ഇവിടെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കാണണം. അതായത് അത് 39%, രമേശ് ചെന്നിത്തലയുടെ 13.9%, ശശി തരൂരിൻ്റെ 4.5% ചേർത്ത്. അതായത് ഈ LDF സർക്കാരിനെതിരായിട്ടൊരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാകും, മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകും. എന്തുകൊണ്ട്? വെള്ളാപ്പള്ളി വിവാദം, AK ബാലനും മറ്റുമൊക്കെ ഉണ്ടാക്കിയുള്ള വിവാദങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാകുമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ട ഒരു കണക്കാണ്. 54.5%, 54.5%. അതെ, അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ 4-ാം തീയതി ശനിയാഴ്ച നമ്മളുടെ അന്തിമ ഫലം നിർണായകമാകും എന്നുള്ളതിൻ്റെ സൂചനയാണത്. കറക്റ്റ്. ഇത് ക്രിസ്ത്യൻ ജനവിഭാഗം കൂടെ ഇങ്ങനെ നമുക്ക് നോക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയൊക്കെ പിന്തുണക്കുന്നുവെന്ന് നമുക്ക് പ്രത്യേകം. അത് ന്യൂനപക്ഷങ്ങൾ വി ഡി സതീശനൊപ്പമാണ്, എന്ന് വെച്ചാൽ UDF-നൊപ്പമാണ്. കാണാം നമുക്ക്. പിണറായി വിജയൻ 23.50%, വി ഡി സതീശൻ 34.20%, കെ ശൈലജ 15%, രമേശ് ചെന്നിത്തല 14.40%, രാജീവ് ചന്ദ്രശേഖർ 4%, ശശി തരൂർ 6.8%, കെ എൻ ബാലഗോപാൽ 0.80%, പി രാജീവ് 1.30%. ഇവിടെ നമ്മൾ കാണുന്നത് അവിടെ 34-ഉം രമേശ് ചെന്നിത്തല, ശശി തരൂർ എന്നീ നമ്പറുകളും കൂട്ടിയാൽ ഈ മറ്റ് 4 പേര് നിൽക്കുന്നതിനെ മറികടക്കും. ഒന്ന്, ക്രിസ്ത്യൻ വിഭാഗത്തിനകത്ത് രാജീവ് ചന്ദ്രശേഖറിനോട് താല്പര്യമുള്ള 4% പേരുണ്ട് എന്നത് ആ BJP രാഷ്ട്രതന്ത്രജ്ഞർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാകണം. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിനകത്ത് കൂടുതൽ അത്ഭുതപ്പെടാനില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിശോധിച്ചാലും അവരുടെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാലും കഴിഞ്ഞ കാലത്തെ കണക്കെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 30% ക്രിസ്ത്യൻ വിഭാഗക്കാരാണ് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനെ പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ് ഈ കണക്ക്. ഈ 34% പേര് ആണ് ഈ മുസ്ലിങ്ങളിൽ നിന്ന് അങ്ങനെ വോട്ട് ചെയ്യുന്നവർ. ആ കണക്ക് ആ മട്ടിലൊക്കെ തന്നെ ഇതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അതിനകത്ത് ഇത് കൗതുകം ഉണ്ടാകുന്ന ഇത്രയുള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഒപ്പമായിരുന്നു ന്യൂനപക്ഷങ്ങൾ എന്ന് നമ്മൾ കാണണം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോഴും
പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന സംഗതികളൊക്കെ ആ പ്രതീക്ഷയൊക്കെ വന്നപ്പോഴും വല്ലാത്ത തോതിൽ അങ്ങോട്ട് മാറിയിരുന്നു. ഇവിടെ പക്ഷേ UDF-നോട് താല്പര്യമുണ്ട് എന്നതിന് കാരണം, രാഷ്ട്രീയ കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന വിവാദങ്ങളെല്ലാം ഒരു കാരണമായിട്ടുണ്ട് എന്നാണ്. വിവിധ സാമുദായിക വിഭാഗക്കാർ വിവിധ നേതാക്കളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചതിൻ്റെ ശതമാന കണക്ക് കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിവിധ സാമുദായിക മറ്റ് മതപരമായി എങ്ങനെയാണ് ഈ തീരുമാനങ്ങൾ വന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു. വിവിധ സാമുദായിക വിഭാഗങ്ങൾ ഈ കണക്കുകൾ ഇങ്ങനെയൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനൊരു കാരണം ആത്യന്തികമായി അന്തിമ കണക്കിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആക്യുറസിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പരിശോധിച്ചേ മതിയാവും. ഇതാണ് ശാസ്ത്രീയമായ രീതി. അതാണ് നേരത്തെ അല്ലും വിശദീകരിച്ചത്. അങ്ങനെ തന്നെ പരിശോധിക്കാൻ പറ്റുള്ളൂ, അല്ലേ സനീഷ്? അപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിവിധ വിഭാഗങ്ങൾ എങ്ങനെയാണ് പിന്തുണച്ചിരിക്കുന്നത് നോക്കാം. ജനറൽ വിഭാഗത്തിൽ നിന്ന് പിണറായി വിജയനെ പിന്തുണച്ചിരിക്കുന്നത് 32%, വി ഡി സതീശനെ 21.2%, കെ കെ ശൈലജയെ 15.8%, രമേശ് ചെന്നിത്തലയെ 9.4%, രാജീവ് ചന്ദ്രശേഖരനെ 15%, ശശി തരൂരിന് 4.3%, കെ എൻ ബാലൻ. മറ്റ് കണക്കുകൾ നമുക്ക് നോക്കണ്ടല്ലോ, അതിനകത്ത് പ്രസക്തമായത് മാത്രം നോക്കിപ്പോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു സനീഷ്. OBC-യിൽ പിണറായി വിജയന് 37.1%, വി ഡി സതീശന് 24.3%, കെ കെ ശൈലജയ്ക്ക് 14.8%, രമേശ് ചെന്നിത്തലയ്ക്ക് 9.6%, രാജീവ് ചന്ദ്രശേഖരന് 6.2%, ശശി തരൂരിന് 5.5%. ഇനി SC വിഭാഗക്കാരിൽ 44.8% പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു, 11.3% വി ഡി സതീശനെ, 18.2% ശൈലജയെ, 6.7% രമേശ് ചെന്നിത്തലയെ, 11.5% രാജീവ് ചന്ദ്രശേഖരനെ, 5% ശശി തരൂരിനെ. ST വിഭാഗത്തിൽ 46.8% പിണറായി വിജയനെ, 17.1% വി ഡി സതീശനെ, 9.6% കെ കെ ശൈലജ, 5.1% രമേശ് ചെന്നിത്തല, 13.3% രാജീവ് ചന്ദ്രശേഖർ, 6.8% ശശി തരൂർ. ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ 63.2% പിണറായി വിജയന്, 8.8% വി ഡി സതീശൻ, 14.7% കെ കെ ശൈലജ, 5.9% രമേശ് ചെന്നിത്തല, 1.5% രാജീവ് ചന്ദ്രശേഖർ. എന്നിങ്ങനെയാണ് ഈ കണക്ക്. സനീഷ്, ഈ കണക്ക് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്ന ഇതിലെ ചില പ്രത്യേകതകൾ, ജനറൽ വിഭാഗത്തിൻ്റെ കണക്കെടുക്കുമ്പോഴും ഒക്കെ രാജീവ് ചന്ദ്രശേഖറിന് പൊതുവെ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നത് കാണാം. അതും ആ പാറ്റേണിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുന്ന ഈ കണക്കുകളാണ് രാഷ്ട്രീയ പാർട്ടികളും മറ്റും അവരുടെ ഇലക്ഷൻ മാനേജർമാരും ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ പരിശോധിക്കാൻ. ഈ കണക്കുകൾ കൂടി വേണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, ഇന്നലെ ആവശ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിശദമായി തന്നെ ഈ കണക്കുകൾ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് മറ്റു കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയൊക്കെ പിന്തുണക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് വേറെ ആയിട്ട് നമുക്ക് നോക്കാം. അതിങ്ങനെയാണ് ജനറൽ കാറ്റഗറിയുടെ പിന്തുണ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് അവിടെ പിണറായി വിജയൻ തന്നെ മുന്നിട്ട് നിൽക്കുന്നു, 21.20 വി ഡി സതീശൻ, 32% പിന്തുണ പിണറായി വിജയനാണ്. കെ കെ ശൈലജ 15.80%, രമേശ് ചെന്നിത്തല 9.40%, രാജീവ് ചന്ദ്രശേഖർ 15%, ശശി തരൂർ 4.30%, കെ എൻ ബാലഗോപാൽ 1.50%, പി രാജീവ് 0.7%. അവിടെ ഹർഷം പറഞ്ഞ ഈ കാര്യമുണ്ട് കേട്ടോ. രാജീവ് ചന്ദ്രശേഖർ 15% പേരുടെ പിന്തുണ, ജനറൽ കാറ്റഗറിയുടെ പിന്തുണ ഉണ്ട്. നമുക്ക് ഈഴവാദി മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങൾ, ഈഴവർ മുസ്ലിം തുടങ്ങിയ പിന്നാക്ക വിഭാഗങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എങ്ങനെ, OBC വിഭാഗം എങ്ങനെ പിണറായിക്കൊപ്പമാണ്. നമുക്ക് നോക്കാം. പിണറായി വിജയൻ 37.10%, വി ഡി സതീശൻ 24.30%, കെ കെ ശൈലജ 14.80%, രമേശ് ചെന്നിത്തല 9.60%, രാജീവ് ചന്ദ്രശേഖർ 6.20%, ശശി തരൂർ 5.50%, കെ എൻ ബാലഗോപാൽ 1.30%, പി രാജീവ് 1.20%. അതാണ് OBC വിഭാഗത്തിൻ്റെ കാര്യം. ഇനി ദളിത് വിഭാഗക്കാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എങ്ങനെ പിന്തുണ എന്ന് നമുക്ക് നോക്കാം. പിണറായിക്കാണ് മുൻതൂക്കമുള്ളത്. അവിടെയും പിണറായി വിജയന് 45.80% ദളിത് വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട്, 14.20% വി ഡി സതീശൻ, കെ കെ ശൈലജ 13.90%, രമേശ് ചെന്നിത്തല 5.90%, രാജീവ് ചന്ദ്രശേഖർ 12.40%, ശശി തരൂർ 5.90%, കെ എൻ ബാലഗോപാൽ 0.80%, പി രാജീവ് 1.10%. ഇതിനകത്ത് ഹർഷാദാദ് ഈ പറയുന്ന സർക്കാരിൻ്റെ പിന്നെ ഈ ജനങ്ങൾക്കിടയിലേക്ക് താഴെ ആഴ്ന്നിറങ്ങി ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ ആയിട്ടായിരിക്കും ഇടതുപക്ഷക്കാർ ഇതിനെ കാണുക, അല്ലേ? റൈറ്റ്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് അനിൽ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഘട്ടം കൂടി സർവേയിലേക്ക് കടക്കാനാണ്. അതായത് തിങ്കളാഴ്ച മുതൽ, നാളെ മുതൽ നമ്മൾ അടുത്ത ഘട്ടം സർവേയിലേക്ക് കടക്കുകയാണ്. കാരണം പുതിയ വിഷയങ്ങൾ വന്നു, പുതിയ ആളുകൾ വന്നു, പുതിയ പേരുകൾ ചിത്രത്തിലുണ്ട്, സ്ഥാനാർത്ഥികൾ എല്ലാവരും നിരന്ന് കൃത്യമായി പ്രചാരണ രംഗത്തേക്ക് കടന്നു. ഇതെല്ലാം കൂടി പഠിച്ചതിന് ശേഷമാണ് കേരളം ആര് ഭരിക്കും എന്നുള്ള ആ കൺക്ലൂഷനിലേക്ക്, അല്ലെങ്കിൽ അവസാനത്തെ നമ്മളുടെ കണ്ടെത്തലിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. അത് അടുത്ത ശനിയാഴ്ചത്തേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ശരി. അല്ല, നാളെ മുതൽ തുടങ്ങുമ്പോൾ ശരി എന്ന് മാത്രമല്ല, ആ ചോദ്യത്തോട് ചേർത്തിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ?
ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫൈനൽ പ്രൊഡിക്ഷനിലേക്ക് പോകുമ്പോൾ, സീറ്റിൻ്റെ പ്രൊഡിക്ഷനിലേക്ക് പോകുമ്പോൾ ഈ അഭിപ്രായം രേഖപ്പെടുത്താത്ത ഇവിടെ ഈ പല ചോദ്യങ്ങൾക്കും നമ്മളിപ്പം ഇന്നലെ ഇന്നുമായിട്ട് സംപ്രേഷണം ചെയ്ത ഈ ചോദ്യങ്ങളിൽ പലതിലും പല ചോദ്യങ്ങളോടും അഭിപ്രായം രേഖപ്പെടുത്താത്തവർ അല്ലെങ്കിൽ തീരുമാനമെടുക്കാത്ത കുറച്ച് ആളുകൾ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ കൂടി അഭിപ്രായം തീർച്ചയായിട്ടും കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും. രണ്ടാമത്, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ സെൻസിറ്റീവായിട്ട് കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന ന്യൂസ് മലയാളത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വീണ്ടും ഇതുപോലെ ഒരു തവണ കൂടി ഡേറ്റ കളക്ഷൻ നടത്തിയതിന് ശേഷം ഫൈനൽ പ്രൊഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും ആധികാരികമായ, തികച്ചും വിശ്വസനീയമായ ഒരു കണക്ക് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇതുവരെ നമുക്ക് കുറേയധികം വിഷയങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവർ മുഖവിലക്കെടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കും പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള, അവർക്കും മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സർവേയിൽ പ്രകടമായി എന്നാണ് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ന്യൂസ് മലയാളം വീണ്ടും നടത്തുന്ന ഈ വിവരശേഖരണം ഈ ഒരു പൊതുവായി ഈ ഒരു പഠന പ്രക്രിയയെ അങ്ങേയറ്റം ആധികാരികമാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ന്യൂസ് മലയാളം എടുക്കുന്ന ഈ ഒരു ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വളരെ വളരെ നന്ദി അനിൽ, ഞങ്ങളോട് സംസാരിച്ചതിനൊപ്പം ഈ ഒരു ഇത്തരം വാക്കുകൾക്കും. ഞങ്ങൾ ഈ വരും ദിവസങ്ങളിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി താങ്കളെ ബന്ധപ്പെടുന്നതായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഹർഷ, ഇത് നമ്മളിപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനകത്ത് പ്രധാനമായിട്ട്, അതായത് നമ്മളെ വീണ്ടും ഇനിയുള്ള ദിവസങ്ങളിലൂടെ പോകണമെന്ന് തീരുമാനിക്കാൻ ഇടയായ കാരണങ്ങളിലൊന്ന്, പല ആളുകളും ഖണ്ഡിതമായിട്ട് അഭിപ്രായം പറഞ്ഞെങ്കിലും വോട്ട് എന്ത് അല്ലെങ്കിൽ വോട്ട് എവിടേക്ക് പോകും, ചില കാര്യങ്ങൾ അഭിപ്രായം പറയാൻ തയ്യാറായില്ല. അപ്പോൾ അത് നിശ്ചയമായിട്ടും അതിനകത്തേക്ക് പോകണം എന്ന ഒരു തോന്നലാണ് ഒന്നുകൂടെ കുറച്ചുകൂടെ ഇളകിയിട്ടുള്ള മണ്ണിലേക്ക് ഒന്നുകൂടെ ഇറങ്ങി നടക്കണം എന്ന് നമ്മൾ തീരുമാനിക്കാൻ കാരണം. തീർച്ചയായും, അതായത് തീരുമാനം എടുക്കാത്ത ആളുകളുടെ എണ്ണം നമ്മൾ ഈ അതിൻ്റെ ഏതാണ്ട് സാമ്പിൾ സൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളതിപ്പോൾ വിശദീകരിക്കുന്നില്ല. തീരുമാനം എടുക്കാത്ത ആളുകളുടെ എണ്ണം താരതമ്യേന കൂടുതലാണ്. സാധാരണ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് സർവേ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ തീരുമാനമെടുക്കാത്തവരായി ഉണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഒരാഴ്ചത്തേക്ക് ഒറ്റ കാര്യം ഞാൻ ഹർഷനോട് ചോദിച്ചോട്ടെ. അതായത് ഒരു കാര്യം, അതായത് ഹർഷന് തോന്നുന്നുണ്ടോ, അതായത് നമ്മളിപ്പോൾ ഇത്രയും ഈ ദിവസങ്ങളിൽ എടുത്ത സർവേയുടെ ഫലങ്ങൾ ഇങ്ങനെയൊക്കെ വന്നത്, ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ഡ്രമാറ്റിക്കായിട്ടുള്ള ചേഞ്ച് അവരുടെ അഭിപ്രായങ്ങളിൽ പൊതുവിൽ ഉണ്ടാകും എന്ന് ഹർഷൻ വിചാരിക്കണ്ടോ? ഇനി ആകെ ഇതിനകത്ത് വന്നിരിക്കുന്ന, അതായത് ഇതിനകത്ത് എനിക്ക് കണ്ട ഒരു സംശയം, ഈ ഇത്രയും അധികം ആളുകൾ എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ വൈകി എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നിയ ഒരു സംശയം. ഒരു പക്ഷേ അത് നമ്മൾ ഇത്രയും എണ്ണം ചോദ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ ചോദ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നതല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കൂടി വ്യക്തമായുള്ള ഒരു ചിത്രം നമുക്ക് ലഭ്യമാകും. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്ന് പൊതുവേ നമ്മളിപ്പോൾ പുറത്ത് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സർവേയിലും കാണുന്നുണ്ട്. കാരണം 2ാം ടേമിൽ സർക്കാരിനെ വിജയിപ്പിച്ച് വിടേണ്ടതല്ല, 3ാം ടൈമിലേക്ക് സർക്കാരിനെ വിജയിപ്പിക്കണം. പക്ഷേ ഇത്രയൊക്കെ വികസന പ്രവർത്തനങ്ങളൊക്കെ കൺമുന്നിൽ കാണുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇനി വിജയിപ്പിച്ചില്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പം ഉണ്ടാകുമോ? ഇങ്ങനെയൊക്കെയുള്ള ചില കൺഫ്യൂഷൻസ് ആളുകൾക്കുള്ളതായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പുതിയ വിഷയങ്ങൾ വന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ വിഷയങ്ങൾ ഇങ്ങനെ പുതിയത് വന്നു, ഡീലൊക്കെ വന്ന് വലിയ ചർച്ചയാവുന്നു. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങളുടെ സ്വഭാവത്തിലേക്ക് അത് പോകുന്നു. വീണ്ടും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ചർച്ച പോകുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഇനി അങ്ങോട്ട് പ്രതിഫലിക്കുമെന്ന് തന്നെ വേണം കരുതാൻ.